ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമയാണ്. ഹോം മെയ്ഡ് ഷവർമ. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് ഷവർമ ഉണ്ടാക്കാം, അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ? അതിന് മുന്നേ തലേ ദിവസമേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കാണുക. ഷവർമ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. ഇവിടെ ഇങ്ങനെ ഈ പാക്കറ്റിലായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പം 650 ഗ്രാം ഉണ്ട്. 1/2 കിലോയും ഇത് കൂടെ കൂടുതലും ഉണ്ട്. പ്രൈസ് വരുന്നത് ഒരു ഇനാറ് 15 ഫിൽസാണ്. നാട്ടിലിങ്ങനെ ബോൺലെസ് ചിക്കനായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ചിക്കൻ മേടിച്ചിട്ട് ഇതേപോലെ വേവിച്ചതിന് ശേഷം ആ സ്കിന്ന് മാത്രമായിട്ട് എടുത്ത് നമുക്ക് ഷവർമ ഉണ്ടാക്കാനും പറ്റും. ഇത് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊന്ന് വരഞ്ഞും കൂടെ കൊടുക്കാറുണ്ട്. കാര്യം മസാല ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഞാനിത് നൈസായിട്ട് കട്ട് ചെയ്തിടുന്നില്ല. ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഷവർമയിലാണെങ്കിൽ അവർ നൈസായിട്ടുള്ള ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ട് അത് പിന്നെ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചിക്കനിൽ മിക്സ് ചെയ്യാനുള്ള മിക്സ് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഫസ്റ്റ് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ വിനാഗിരി. നിങ്ങൾക്ക് വിനാഗിരിക്ക് പകരം ലൈം ജ്യൂസ് യൂസ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് ചിക്കനിൽ നമുക്ക് പുരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കാം. ചിക്കൻ അങ്ങനെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് 1/2 ഭാഗം വെള്ളം ഒഴിക്കുക. അധികം ചൂടാവാനും പാടില്ല, എന്നാൽ തണുത്ത വെള്ളം ഒഴിക്കരുത്. ചെറിയൊരു ചൂട് വെള്ളം ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക. പിന്നെ 3/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പം ഇത് പൊങ്ങി വരും. ഇനി നമുക്ക് കുബൂസിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ 4 ഗ്ലാസ് മൈദ മാവാണ് എടുത്തേക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഇത് നമ്മൾ നേരത്തെ 10 മിനിറ്റ് മാറ്റി വെച്ച ഈസ്റ്റ് പൊങ്ങി വന്നതാണ്. ഇതും കൂടി ആ മാവിലോട്ട് മിക്സ് ചെയ്ത് ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് മാവ് നന്നായിട്ട് നമുക്ക് ചപ്പാത്തി കുഴയ്ക്കും പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ രീതിക്ക് നമുക്ക് കുഴച്ചെടുക്കണം. നമുക്ക് കുഴയ്ക്കുമ്പോഴേക്കും കയ്യിൽ ഒട്ടുകയാണെങ്കിൽ കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് 24 hours ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് പൊങ്ങി വരും. ഇനി നമുക്ക് ഷവർമ ഉണ്ടാക്കാൻ പോയാലോ? വായോ. ഇന്നലെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവാണ്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് ചെയ്ത് ഒന്ന് വീണ്ടും ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ കുഴച്ചിട്ട് ഇനി നമുക്ക് ചപ്പാത്തിക്ക് പരത്തതില്ലേ അതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇവിടെ ചപ്പാത്തിയുടെ പലക ഇല്ലാത്തതുകൊണ്ട് കട്ടിംഗ് ബോർഡിലാട്ടോ പരത്തുന്നേ. ഇനി അടുപ്പ് കത്തിച്ച് പാൻ ചൂടായി ഇത് നമുക്ക് ചുട്ടെടുക്കാം.
നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പരത്തി ചുട്ടെടുത്തിട്ട് കാണാം. അങ്ങനെ നമ്മളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 13 എണ്ണം ഉണ്ട്. 4 ഗ്ലാസ്സിന് 13 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ വെച്ച് ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ചിട്ട്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്, അതിൽ ആ ചിക്കൻ പുരട്ടി വെച്ചിരുന്നത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. അപ്പുറവും ഇപ്പുറവും 2 സൈഡും എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് തണുക്കാൻ വയ്ക്കാം. ചിക്കൻ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. അങ്ങനെ 2 ചിക്കൻ പീസും ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസായിട്ട് ചോപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നൈസായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഷവർമ ഉണ്ടാക്കി തുടങ്ങാം. സാധാരണ ബട്ടർ പേപ്പറാണ് നമ്മൾ ഷവർമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അലൂമിനിയം ഫോയിൽ പേപ്പർ എടുത്തത്. അതിൻ്റെ മുകളിൽ നമ്മൾ കുബൂസ് വയ്ക്കുക. കുബൂസ് വെച്ചിട്ട് മയോണൈസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. ഷവർമയിലെ ഏറ്റവും മെയിൻ ഒരു ഐറ്റമാണ് മയോണൈസ് എന്ന് പറയുന്നത്. മയോണൈസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും മയോണൈസ് ഉണ്ടാക്കാൻ അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. മയോണൈസ് സ്പ്രെഡ് ചെയ്ത് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ ചിക്കൻ വയ്ക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ വയ്ക്കുക. ചിക്കൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒണിയൻ സ്ലൈസ് ചെയ്തത് ഇടുക, ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് ഇടുക. എന്നിട്ട് നന്നായിട്ട് റോൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷവർമയുടെ റെസിപ്പി. അങ്ങനെ നമ്മുടെ 13 ഷവർമ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.